എന്തിനും ഉമ്മ അതവിടെ വെച്ചേ ഇക്ക വന്നിട്ട് ചെയ്യൂലേ? അവിടെ വെച്ചേ കയ്യും കാലൊക്കെ നടുവൊക്കെ വേനെടുക്കും. അതിനെന്തപ്പോ മോളെ, കുഴപ്പമൊന്നുമില്ല. നമ്മക്കിപ്പോൾ പണ്ടത്തെ ഭക്ഷണം കഴിച്ചതിൻ്റെ ആരോഗ്യമാണ്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കല്ലേ ഇപ്പോൾ പണിയെടുക്കാൻ പറ്റില്ല, അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറയുന്നത്. ഒരു കുഴപ്പമില്ല അമ്മക്ക്. എന്ത് പറഞ്ഞാലും കുറ്റാണ്. സുമയാത്തല്ല എന്ത് ഈ ടൈമില്? ഹലോ, ആ ഉമ്മയുണ്ടല്ലോ. ഉമ്മ കൊടുക്കാനാ? ആ ഞാൻ കൊടുക്കാത്ത. ഉമ്മ സുമയാത്ത വിളിക്കുന്നുണ്ട്. ആ മോളെ, 2 ദിവസം നിൽക്കാനല്ലേ, വായോ 2 ദിവസം നിന്നിട്ട് പോവാ. അമ്മയുടെ കുട്ടിക്ക് 2 ദിവസം നിന്നിട്ട് പോവാട്ടാ. അമ്മ വിളിക്കാൻ നിൽക്കായിരുന്നു മോളെ, കാണായിട്ട് എന്തോ പോലെ ഉണ്ട് ഉമ്മക്ക്. വായോ കാണാം. ഉമ്മ ഏതായാലും താത്ത 2 ദിവസം നിൽക്കാൻ വരുന്നതല്ലേ, ഞാൻ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് വന്നോട്ടെ. എന്നാ താത്ത വന്നിട്ട് പോവാ. അവള് വരുന്നില്ല, 2 ദിവസം നിൽക്കാനല്ലേ അവള് വരുന്നത്. ഈ അവള് ഇങ്ങോട്ട് വരുമ്പത്തിന് ഞാൻ അങ്ങോട്ട് പോവാ നിൽക്കുക. അവള് വന്നിട്ട് ഏതായാലും പോയാൽ മതി. എനിക്കും ആഗ്രഹമില്ലക്ക എൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാം. നിങ്ങളെ പെങ്ങൾ നാളെ വരുന്നുണ്ട്. ഞാൻ 2 ദിവസമല്ലേ പോയിട്ട് നിൽക്കുന്നില്ലൂ. പെങ്ങൾ വരുന്ന സമയത്ത് നിനക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങളുടെ ഉമ്മാനോട് ഞാൻ ഇനി ചോദിക്കൂല. നിങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയൊക്കെ വയ്യ എനിക്ക് തല്ലൂടാൻ വേണ്ടിയിട്ട്. എന്താ മോനെ, 2 ദിവസം നിൽക്കാനാ? താത്ത വരുന്നതല്ലേ മോനെ, അപ്പോൾ അവളോട് പറയും ഇവിടെ നിൽക്കാൻ 2 ദിവസം. അപ്പോഴത്തേക്ക് അവൾ അവിടെ എത്തിച്ചില്ലേ. പിന്നെ ഫോൺ ചെയ്തിട്ട് എന്തായാലും താത്ത വന്നിട്ട് പോയാൽ മതി, എന്നിട്ട് മതി എല്ലാ കാര്യങ്ങളും. എന്തായാലും അവള് വന്നതിന് ശേഷം പോയാൽ മതി. താത്ത വന്നതിന് ശേഷം അറിയാനെ ഞാൻ പറഞ്ഞേക്കാം. ഈ അപ്പത്തിന് അവിടെ എത്തിച്ചുല്ലേ. അവനക്ക് ഫോൺ ചെയ്തിട്ട് എന്തായാലും താത്ത വന്നിട്ട് പോയാൽ മതി. എനിക്കാണെങ്കിലും വയ്യ, എൻ്റെ കൈ വേദന, കാല് വേദന, ഇവിടെ നിന്നൊക്കെ എനിക്ക് വേദന. എനിക്ക് നാളെ ഡോക്ടറെ കാണിക്കണം. എന്തായാലും താത്ത വന്നിട്ട് നീ പോയാൽ മതി. കുട്ടി 2 ദിവസം കഴിഞ്ഞിട്ട് പോയട്ടാ മോനെ. ഉമ്മ 2 ദിവസം കഴിഞ്ഞിട്ട് വരണിട്ടല്ലോ മക്കള്. താത്ത ഏതായാലും പോകില്ല ഉമ്മ. ഞാൻ എന്നാൽ 2 ദിവസം പോയിട്ട് നിന്നിട്ട് വരട്ടെ. ഇക്കാക്കൻ്റെ കല്യാണമൊക്കെ അല്ലേ ഉമ്മ, 2 ദിവസം കഴിഞ്ഞപാട് വരുമ്മ. ഇനിയിപ്പോൾ ഏതായാലും കല്യാണോ പെരുന്നാളൊക്കെ അല്ലേ മോളെ വരുന്നത്. എന്തായാലും ധൃതി പിടിച്ചിട്ട് ഇപ്പോൾ പോവാൻ നിൽക്കണ്ട. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇപ്പോൾ അവിടെ പോയിട്ട് വല്ല പണിയൊന്നും ഇല്ലല്ലോ എനിക്ക്.